Hey guys, welcome back to our channel. Welcome back to another movie review guys. അപ്പോൾ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന മൂവിയാണ് നമ്മൾ കണ്ടിട്ട് വന്നതേ ഉള്ളൂ ഗൈസ്. ഈ മൂവി കാണാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ പക്ഷേ ഈ മൂവി കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വേഫെയർ ഫിലിംസ് ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമായതുകൊണ്ട് മാത്രം, പിന്നെ അതുപോലെ ടീസറിലും ട്രെയിലറൊക്കെ കണ്ടതുപോലെ ഒരു സൂപ്പർ ഹീറോയുടെ എലമെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം ഒന്ന് കാണണമെന്നായിരുന്നു. അല്ലാതെ എനിക്ക് ഈ പടത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ബട്ട് ഡൊമിനിക് അരുൺ പുള്ളിക്കാരനാണ് ഈ പടത്തിൻ്റെ റൈറ്റർ, പുള്ളിക്കാരനാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. മാൻ, ഹാറ്റ്സ് ഓഫ് യു മാൻ. കാരണം എടാ എന്ത് മേക്കിങ് അല്ലെങ്കിൽ എന്ത് ക്രാഫ്റ്റാണ് പുള്ളി എടുത്തു വെച്ചിരിക്കുന്നത്. അതായത് ഇത് ഇത് നമ്മൾ ഈ ഹോളിവുഡ് കണ്ടിട്ടുള്ള നമ്മുടെ സൂപ്പർ ഹീറോ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, സൂപ്പർ ഹീറോസിനെ എല്ലാവരും അല്ലെങ്കിൽ അവരുടെ ശക്തികളും കാര്യങ്ങളെല്ലാം കൂടെ നമ്മുടെ നാട്ടിലെ വർഷനായിട്ടുള്ള കള്ളിയൻകെട്ട് നീലി, പിന്നെ ഈ മാടൻ ചാത്തൻ ഇങ്ങനെയൊക്കെ ഉള്ളവരുമായിട്ട് ഒരു കൊളാബ്രിക്കേഷൻ ആക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു ടൈപ്പ് ഓഫ് സൂപ്പർ ഹീറോ സാധനങ്ങളാണ് ഈ പടത്ത് മൊത്തം കാണിച്ചിരിക്കുന്നത്. മാൻ, ഈ പടത്തിൻ്റെ മേക്കിംഗ് ഒന്നും ഒരു രക്ഷയില്ല, കിടുക്കം മേക്കിങ്. എക്സ്പെഷ്യലി അതിനകത്ത് പറയേണ്ടത് കല്യാണി പ്രിയദർശൻ, പുള്ളിക്കാരത്തി ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടർ റോൾ, പുള്ളിക്കാരത്തി ഈ ഒരു റോളിന് ആപ്റ്റാണ്. പെർഫെക്റ്റ് കാസ്റ്റിംഗ്. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട ഒരാളാണ് സാൻഡി, നമ്മുടെ സാൻഡി മാസ്റ്റർ നമ്മുടെ ലിയോയ്ക്കകത്ത് പുള്ളി കാഴ്ചവെച്ച റോളൊക്കെ നമ്മൾ കണ്ടതാണ്. പെർഫോമൻസ് ഒക്കെ നമ്മൾ ഞെട്ടിച്ചതാണ്. അതേപോലെ ഒരു കിടുക്കം പെർഫോമൻസ് സാൻഡി മാസ്റ്ററിൻ്റെ ഈ പടത്തിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നസ്ലിൻ്റെ ക്യാരക്ടറൊക്കെ നൈസായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ സജിൻകുമാർ ചേട്ടൻ്റെ മകനായിട്ടുള്ള ചന്തുവിൻ്റെ നൈസ് റോളാണ്. കോമഡീസും കാര്യങ്ങളൊക്കെ നൈസായിരുന്നു. ചില കോമഡീസും കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാം, നമുക്ക് ഇനി ഇതായിരിക്കും പറയാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത്. എനിവേ, ഇറ്റ്സ് എ നൈസ് മൂവിയാണ് ഗൈസ്. ഇതിനകത്ത് കുറച്ചധികം ക്യാമിയോസും കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾ ഓൾറെഡി മറ്റ് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് കാണും ഇതിനകത്ത് ആരാ എന്താ ഏതാന്നൊക്കെ ഉള്ളത്. ബട്ട് എനിവേ ഞാൻ പറയുന്നില്ല, ഇതിനകത്ത് വന്നിട്ടുള്ള ക്യാമിയോ റോൾസ് എല്ലാം നൈസാണ്. ലാസ്റ്റ് ഒരു ക്യാമിയോ റോൾ ഉണ്ട്, അത് സം കൈൻഡ് ഓഫ് ഒരു ഹോക്കൈ, മാർവലി കണ്ടുള്ള ഒരു ഹോക്കയുടെ ഒരു സാധനമാണ്. പിന്നെ അതുപോലെ വേറൊരു ക്യാമിയോ വരുന്നുണ്ട്, അത് എക്സ്മെനകത്തൊരു ക്യാരക്ടറുണ്ട്, അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ്. എനിവേ, നൈസ് മൂവിയാണ് ഗൈസ്, നിങ്ങൾ എന്തായാലും പോയി കാണുക. സൂപ്പർ ഹീറോ പടങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പടം വർക്കാവും. പിന്നെ അങ്ങനെ ഫൈനലി നമ്മൾ ഒരു പടത്തിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആക്കാനുള്ള ഒരു ചാൻസ് കിട്ടുന്നുണ്ട്. കാരണം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. സെക്കൻഡ് പാർട്ട് മാത്രമല്ല, ഇനിയും കുറേയധികം പാർട്ടുകളൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. എനിവേ, സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇതിന് എന്നിറങ്ങുമെന്ന് അറിയത്തില്ല, ബട്ട് എങ്കിൽ പോലും വെയിറ്റിംഗ് ആണ് ഗൈസ്. കാരണം അമ്മാതിരി പടം എടുത്തു വെച്ചേക്കുന്നത്. അപ്പോൾ അതാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന മൂവി. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പെട്ടെന്ന് പോയി കാണുക, തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. നൈസ് പടമാണ് ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.